നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. കുറവുകൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കൂടുതലെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുറവുകളായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് കണ്ടാൽ പോരെ. എനിക്ക് എന്നും ബാലതാരമായിട്ടിരിക്കാൻ പറ്റുന്നതായിരുന്നു എൻ്റെ വിചാരം അന്ന്. കാരണം ഹൈറ്റ് വെക്കുന്നില്ലല്ലോ. അങ്ങനെ എന്ന് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ പറ്റും, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം അതാണ്. അതായത് ഇപ്പോൾ ഒരു ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന ചിന്തയ്ക്കപ്പുറത്തേക്ക് നമ്മളിലേക്ക്, അതെ അതെ അതെ, അങ്ങനത്തെ കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. ഭയങ്കര അത്യാഗ്രഹമുണ്ട്. അത് സാക്ഷാൽ മമ്മൂക്ക പറഞ്ഞാണ്, അഭിനയിക്കാനുള്ള അത്യാഗ്രഹം, അത് കുറേ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അത്യാഗ്രഹം. അവിടെ കുറേ കാശുണ്ടാക്കുക അല്ലെങ്കിൽ കുറേ വേറെ സ്റ്റാർ ലെവലിൽ ജീവിക്കുക എന്നൊന്നുമല്ല. നമ്മളീ പറയുന്ന പരിമിതി എന്ന് പറയുന്ന ഒരു വാക്ക്, അത് സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമല്ലേ. നമ്മൾക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ നേടിയെടുത്തോണ്ടിരിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കൺമുന്നിൽ കാണുന്നുണ്ട്. ഇന്ന് എൻ്റെ കൂടെ ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങളുമായി അങ്ങനത്തെ ഒരു വലിയ മനുഷ്യനാണ് വിജയകൃഷ്ണൻ എന്ന VK. ഹായ്. എന്ത് പറഞ്ഞ് ഞാൻ അഡ്രസ്സ് ചെയ്യും? VK എന്ന് അഡ്രസ്സ് ചെയ്യണോ, വിജയകൃഷ്ണൻ എന്ന് അഡ്രസ്സ് ചെയ്യണോ? അതിപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. കാരണം എന്താ വെച്ചാൽ വിജയകൃഷ്ണൻ AB എന്നാണ് എൻ്റെ ഫുൾ നെയിം. വിജയകൃഷ്ണൻ അടിയത്ത് ബാലകൃഷ്ണൻ അച്ഛൻ്റെ പേര്. അത് VK എന്ന പേര് എനിക്ക് തോന്നുന്നു സിനിമാ സുഹൃത്തുക്കൾക്കിടയിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ വിജയകൃഷ്ണൻ അറിയപ്പെടുന്നത് VK എന്ന പേരിലാണ്. ചില ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പം വിജയകൃഷ്ണ എന്ന് ഒരാൾ വിളിക്കുമ്പം അപ്പുറത്തുനിന്ന് VK എന്ന് ഇവർക്ക് തന്നെ കൺഫ്യൂഷൻ വരും. പിന്നെ എനിക്കും കൺഫ്യൂഷൻ ആവും, ഇതാരെ വിളിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ കുറേ പേരുകളുണ്ട് എനിക്ക് നാട്ടിൽ വിളിക്കുന്ന, മറ്റേ നിക് നെയിംസ്. മണിക്കുട്ടൻ, ഉണ്ണിക്കുട്ടൻ, കുട്ടൻ, വിജയൻ എന്ന് വിളിക്കുന്നവരുണ്ട്, VK എന്ന് വിളിക്കുന്നവരുണ്ട്, കൃഷ്ണ എന്ന് വിളിക്കുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒരേ ഒരു അവതാരമാണ്. ഈ അവതാരമാണ്. നമുക്കൊരു പഞ്ച് ഇൻട്രോ ഒക്കെ കൊടുക്കണ പോലെ. അപ്പം എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ എന്താ പറയുക, ആളുകളെ നമ്മൾ എങ്ങനെ അളക്കേണ്ടത്? ആളുകളെ അളക്കേണ്ടത് സത്യത്തിൽ അവരുടെ സ്വപ്നങ്ങളുടെ വലിപ്പം കൊണ്ട്, നേട്ടങ്ങളുടെ വലിപ്പം കൊണ്ട് ഒക്കെയാണല്ലേ. നമ്മൾ എല്ലാം നമുക്ക് എല്ലാ ചിന്തകളുടെ വലിപ്പം, യെസ്, അബ്സല്യൂട്ട്ലി. നമുക്ക് എല്ലാം എന്താ പറയുക, സോ കോൾഡ് എല്ലാം തികഞ്ഞ മനുഷ്യരെന്ന് പറയുന്നവരുണ്ടല്ലോ. അപ്പം അവരുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോഴായിരിക്കും നമുക്ക് പലതും കുറവുകൾ, അയ്യോ ഇതെനിക്ക് മതിയായില്ല, അതെനിക്ക് മതിയായില്ല. അപ്പോൾ ആ ഒരു സ്ഥാനത്താണ് പിന്നെ വിജയകൃഷ്ണൻ അല്ലെങ്കിൽ VK, അത് കുറച്ചുകൂടി ഒരു സുഖമുണ്ട് വിളിക്കാൻ. യെസ്, നമ്മൾ ഈ വലിയ പഞ്ചുള്ള മനുഷ്യരെയാണല്ലോ ഇനീഷ്യൽസ് ഒക്കെ വെച്ച് വിളിക്കുക അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു പിന്നെ കാര്യങ്ങളെയൊക്കെ മറികടന്നിട്ടാണ് ഇന്ന് നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സ്പേസിൽ. നമുക്കതിനെ കണ്ടില്ല നടിക്കാനേ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് തുടക്കകാലത്തൊക്കെ ഇവിടെ നടക്കുന്ന കാലം തൊട്ടേ നമ്മളിങ്ങനെ പാസ് ചെയ്തും പരിചയത്തിലും ഒക്കെ പോകുന്ന ആളുകളുമാണ്. അത് കഴിഞ്ഞാൽ ഒരു ഗ്രോത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ആദ്യം വളർച്ചയെത്തി നിൽക്കുന്നത് മറ്റേ വേദയാന്ന് തോന്നുന്നു അല്ലെ, ലാസ്റ്റ് റിലീസ് അതിപ്പോ ഉടനെ OTT വരുന്നു, സമയത്ത് വരുന്നുണ്ട്, അത് നിൽക്കുന്നുണ്ട്. പിന്നെ റിലീസ് ചെയ്യാൻ നിൽക്കുന്ന പടങ്ങൾ 5-6 പടങ്ങളുണ്ട്. പ്രതിഭ ട്യൂട്ടോറിയൽസ്, പിന്നെ തേർഡ് മർഡർ, പിന്നെ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന പത്മകുമാർ സാറിൻ്റെ ക്യൂൻ എലിസബത്ത്, അങ്ങനെ ഒരു 5-6 പടങ്ങളുണ്ട് നിലവിൽ. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഷൂട്ട് കഴിഞ്ഞത് M. മോഹനേട്ടൻ ഡയറക്റ്റ് ചെയ്ത ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞിട്ടുള്ള വിനീത് ശ്രീനിവാസൻ നായകനായിട്ടുള്ള, അതാണ് ഇപ്പോൾ കഴിഞ്ഞ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് കഥാപാത്രങ്ങൾ എങ്ങനെയാണ്? പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ. അതായത് ഓരോ സിനിമയിലും എനിക്ക് തോന്നുന്ന ഓരോ തരത്തിലുള്ള കഥാപാത്രമാണ്. ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം അതാണ്. അതായത് ഇപ്പോൾ ഒരു ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന ചിന്തയ്ക്കപ്പുറത്തേക്ക് നമ്മളിലേക്ക്, അതെ അതെ അതെ, അങ്ങനത്തെ കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പം ഞാൻ ഇപ്പം കഴിഞ്ഞ പടങ്ങളിലൊക്കെ അതിലിപ്പം ക്യൂൻ എലിസബത്ത് പപ്പേട്ടൻ്റെ പടത്തിൽ പോസിറ്റീവ് ആൻ്റണി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫായിട്ടൊക്കെ ചെറിയൊരു ബന്ധമുള്ള, എൻ്റെ പേഴ്സണൽ ക്യാരക്ടറായിട്ടൊക്കെ ചെറിയൊരു കണക്ഷനുള്ള ഒരു സാധനം. അപ്പം അങ്ങനത്തെ കുറച്ച് സ്പേസൊക്കെ നമുക്ക് സിനിമയിലുള്ളൂ. എങ്കിൽ പോലും നമ്മൾ ആഗ്രഹിച്ച ചില ഐഡൻറ്റിറ്റി ഉള്ള കഥാപാത്രങ്ങൾ
എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്ത പടങ്ങളൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് വന്ന കഥാപാത്രങ്ങളാണ്. ഇപ്പം നമ്മൾ എന്താ പറയുക, കുറച്ച് വടക്കിലേക്ക് അങ്ങനത്തെ ഒരു അല്ലേ ഒരു നാട്ടിൻപുറം എങ്ങനെയായിരിക്കും, അങ്ങനത്തെ ഒരു സ്ഥലത്തു നിന്നായിരിക്കുമല്ലോ വരുന്നുണ്ടാവുക. അതെ അതെ അതെ. അപ്പോൾ തുടക്ക സമയത്ത് എങ്ങനെയാണ് ഈ സിനിമ എന്നുള്ളൊരു സ്വപ്നത്തിലേക്കൊക്കെ എത്തുന്നത് എങ്ങനെയാണ്? സിനിമ ചെറിയ പ്രായത്തിൽ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സ്വപ്നം എന്ന് പറയാൻ പറ്റില്ല അന്ന്. ആഗ്രഹം അതെ, അത് എന്തെങ്കിലും കാരണമുണ്ടോ അങ്ങനെ ഒരു ആഗ്രഹം? അത് എൻ്റെ പൊക്കക്കുറവ് തന്നെയാണ് പ്രധാന കാരണം. അത് പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് എന്നും ബാലതാരമായിട്ടിരിക്കാൻ പറ്റുന്നതായിരുന്നു എൻ്റെ വിചാരം അന്ന്. കാരണം ഹൈറ്റ് വെക്കുന്നില്ലല്ലോ. അങ്ങനെ എന്ന് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ പറ്റും, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. പിന്നീട് പറഞ്ഞ പോലെ കലോത്സവങ്ങളിൽ ആക്റ്റീവായിരുന്നു. 1-2 വർഷം അത്യാവശ്യം നമ്മുടെ സ്കൂൾ തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ. അത് ഒരു വലിയൊരു എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം സ്റ്റേജ് പ്രോഗ്രാംസിലേക്ക്. അങ്ങനെ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അത്ഭുതദ്വീപ് വരുന്നത്. അത്ഭുതദ്വീപ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു പാഷനൊന്നും ആയിരുന്നില്ല സിനിമ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സിനിമ കുഴപ്പമില്ല, സിനിമ നല്ല പരിപാടിയാണ് എന്നുള്ളൊരു ആഗ്രഹം, ഒരു ചിന്ത, ആ ചിന്ത മാത്രമായിരുന്നു. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ടാണ് കുറച്ചുകൂടി നമ്മൾ സിനിമ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്. സിനിമ തന്നെ ആണ് നമ്മുടെ ലൈഫ് എന്ന് ഉറപ്പിച്ചതൊക്കെ. കോമഡി ഫെസ്റ്റിവൽ എന്ന് പറയുന്ന റിയാലിറ്റി ഷോ അവിടുന്ന് ഇങ്ങോട്ടൊക്കെ ആയിരുന്നു. പിന്നീട് ഇങ്ങോട്ടാണ് സിനിമാക്കാരനാവുക എന്നുള്ളൊരു തീരുമാനം എടുത്തതും വന്നത്. അതെ അതെ. ഇപ്പൊ എങ്ങനെയാണ് ഈ ആദ്യത്തെ സിനിമയിലേക്ക് എത്തുക എന്ന് പറയണത്? ഇതിന് ആർട്ടിസ്റ്റുകളെ വിളിച്ചപ്പോൾ അത് കണ്ടിട്ട് ആ രീതിയിലാണോ വന്നത്? അല്ല, അത്ഭുതദ്വീപ് ശരിക്ക് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നത് പറഞ്ഞല്ലോ. ഈ പറഞ്ഞ പോലെ വിനയൻ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ എന്നെ പഠിപ്പിച്ചൊരു മാഷ് പറഞ്ഞു, അവിടെ അങ്ങനെ ഒരു സാധനം കണ്ടു, പുള്ളി ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പോകുന്നുണ്ട്, നിങ്ങളെപ്പോലത്തെ കുറേ ആൾക്കാരെ വെച്ചിട്ടാണ്, വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കുമെന്ന് പറഞ്ഞു. വെറുതെ ഒരു റിക്വസ്റ്റ് അയച്ചാണ്, പുള്ളിക്കൊരു മെയിലൊക്കെ ഉണ്ടാക്കി അങ്ങനെ അതിലേക്ക് വിളിച്ചതാണ്. കാരണം അന്നൊന്നും അങ്ങനെ കോണ്ടാക്റ്റിൻ്റെ പുറത്ത് വന്ന സിനിമ ഒന്നായിരുന്നില്ല. അപ്പം വിനേട്ടൻ വിളിച്ചു. അതെ അതെ, സാറിൻ്റെ മാനേജർ നേരിട്ട് വിളിക്കുകയായിരുന്നു. അപ്പം അന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീരിയസ്നെസ് ഒന്നുമില്ല, ഒരു സീരിയസ്നെസ് ഒന്നും ഇല്ലാതെ എന്താ പറയുക, ആദ്യമായിട്ട് എറണാകുളത്ത് വരുന്ന അന്നാണ്. നിലമ്പൂർ പൂക്കോട്ടുംപാടം നിന്ന് കൊച്ചിയിലേക്ക് വരുന്നത് അന്നാണ്. ഏകദേശം 18 വർഷമായി. ആദ്യമായിട്ട് സിനിമയുടെ പൂജയ്ക്കാണ്. അത് എനിക്ക് ഭയങ്കര രസമായിരുന്നു, ഇവരെല്ലാവരും ഒരുമിച്ച് കാണുക. അതിൻ്റെ പക്രുചേട്ടനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ചേട്ടനെ നേരിട്ട് കണ്ടത്, പൃഥ്വിരാജിനെ നേരിട്ട് കണ്ടത്, പിന്നെ വിനയൻ സാറിനെ കണ്ട് സംസാരിക്കുക, പിന്നെ കുറേ നടന്മാരെ, പിന്നെ അതിലപ്പുറത്തേക്ക് എന്നെപ്പോലത്തെ കുറേ മനുഷ്യന്മാരെ, എൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ എന്നെക്കാളും കുറച്ചും കൂടി പൊക്കമുള്ള മനുഷ്യന്മാർ, ഇങ്ങനെ കുറേ ആളുകൾ ഒരുമിച്ച് കാണുന്നത് അപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്സും ഒരു കൗതുകമൊക്കെ ആയിരുന്നു. അത് അത്ഭുതദ്വീപ് ത്രൂ ഔട്ട് എൻ്റെ ഒരു തോട്ടം അങ്ങനെയായിരുന്നു. സിനിമ സീരിയസ് അല്ലാണ്ട് ഭയങ്കര രസമായിട്ട്, അതെ 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 അതെ, ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് അവിടെയും ഇവിടെയൊക്കെ പോയി ഇരിക്കുക, അവരോട് വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കുക. ആ ചേട്ടൻ ഇപ്പോൾ ജഗതി ചേട്ടനൊക്കെ കുറേ അഡ്വൈസ് തന്നിട്ടുണ്ട് ആ സമയത്ത്. അതൊക്കെ പഠിക്കണ കാര്യം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്തത് ഫസ്റ്റ് സിനിമ. ഇന്നിപ്പം നമ്മൾ ഒരു കോൺഫിഡൻസ് പോലെ നമ്മൾ ഇരിക്കുമ്പോൾ അത്ഭുതദ്വീപിന്റെ സെക്കൻഡ് പാർട്ട് പിന്നെ അനൗൺസ് ഒക്കെ ചെയ്തു വെയിറ്റ് ചെയ്യണം. ഞാനും ഇപ്പം നേരിട്ട് തന്നെ വിനയൻ സാറും അഭിലാഷ് പിള്ളയൊക്കെ ഇത് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. വിജയകൃഷ്ണൻ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൾറെഡി അഭിലാഷ് പിള്ള കഴിഞ്ഞ ദിവസം പുള്ളി ഓൾറെഡി മാളികപ്പുറം തൊട്ട് ബന്ധമുള്ളതുകൊണ്ട് പുള്ളിയോട് ഞാൻ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 5-6 മാസം മുന്നേ ഞാൻ വിനയൻ സാറിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷം സാറിനെ പോയി കണ്ടത്. സാറ് ഭയങ്കര കാര്യമായിട്ട് ഉള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. ഇപ്പോൾ കുറേ പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറ് ഗുരുവാണ് ഈ ഒരു ഫീൽഡിൽ. ഫസ്റ്റ് ആക്ഷൻ കേട്ടത് അപ്പോൾ സാറിൻ്റെ അടുത്ത് അങ്ങനെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ പുള്ളിയെന്നു പറഞ്ഞിരുന്നു, നമ്മൾ പ്ലാനിങ് ഉണ്ട്, എന്തായാലും നീ ഇടയ്ക്ക് കോണ്ടാക്ട് ഇരിക്കുന്നതൊക്കെ. അപ്പം ഇനി കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി തീർച്ചയായിട്ടും. ഇപ്പോൾ എപ്പോൾ തൊട്ടാണ് പിന്നെ ഇങ്ങനെ സിനിമ വേണം എനിക്ക്, ഞാൻ ഇതൊന്ന് തിരിച്ച് ബാക്കിലേക്ക് ഇല്ല എന്നുള്ളൊരു തോന്നൽ, അത് എപ്പോൾ തൊട്ടാണ് വരുന്നത്? ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വളരെ സാമ്പത്തികമായിട്ട്, അച്ഛൻ്റെ മരണശേഷം അമ്മയും ഞാനും മാത്രമായി. പിന്നീടുള്ള അമ്മ എന്ന് പറഞ്ഞാൽ പക്ക ഒരു നാട്ടിൻപുറത്തുകാരി, അതിനപ്പുറത്തേക്കൊന്നും ഇല്ല ഒരാളായിരുന്നു. അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നു. ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. ഇവിടെ ആലുവ ജനസേവ ശിശുഭവൻ എന്നൊരു സ്ഥാപനമുണ്ട്. ഇപ്പോൾ അതില്ല, അവിടെ വർക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെ കുറച്ച് കാലം പ്രോഗ്രാം ഒന്നും അത്ര ആക്റ്റീവ് അല്ലാതെ നിന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു സിനിമ ചെയ്യണം, സിനിമയിലേക്ക് തന്നെ വരണം, അത് ജീവിതമാവണം. ആ ഒരു സമയത്തൊക്കെയാണ് അത് ഒരു പക്ഷേ സീരിയസ് ആയിട്ട് ചിന്തിച്ച് തുടങ്ങിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കോമഡി ഫെസ്റ്റിവൽ, അതിൻ്റെ തുടർച്ചയായിട്ടാണ് കോമഡി ഫെസ്റ്റിവലിൽ വരുന്നതും. ആ പ്രോഗ്രാം എന്നാണ് നമുക്കൊരു വലിയ രീതിയിലുള്ള ഒരു റെക്കഗ്നേഷൻ കിട്ടിയത്. സിനിമാ ബന്ധങ്ങളൊക്കെ ശരിക്കും വലിയ രീതിയിലുണ്ടായത്.
പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും അത്രയ്ക്ക് ഈസി ആയിരിക്കില്ലല്ലോ. ഒരിക്കലും അപ്പം നമ്മൾ ഒരുപാട് റിജക്ഷൻസ് നേരിടാം അല്ലെ ആളുകളിൽ നിന്ന്. അത്തരം അനുഭവങ്ങളാണോ പിന്നീടുള്ള ഈ വീക്കെൻഡ് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയത്? അങ്ങനെയാണോ? എനിക്കറിയില്ല, രണ്ടും ആവാലോ. ശക്തനായിട്ടുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ശക്തനാണ്, കാരണം നിരന്തര പോരാളിയാണ്, ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ സംസാരിച്ചിടത്തോളം സമയത്ത് പോലും എപ്പോഴും ഇങ്ങനത്തെ ശ്രമങ്ങളുടെ പിന്നിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിന്റെ തിരക്കിൽ അങ്ങനെയാണ്. അതാണ് അത് ഇരിക്കട്ടെ. അല്ല, അത് എന്നും പണിയെടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും നമ്മൾ ഡെയിലി മിനിമം ഒരാളോടെങ്കിലും ചിലപ്പം നമ്മൾ അടുത്ത പടത്തിൻ്റെ കാര്യത്തിൽ അവസരം ചോദിക്കുക അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കി നമ്മൾ ചെയ്യുന്നുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും നമ്മളെ എന്താ പറയുക, ആഗ്രഹങ്ങൾ സ്ട്രോങ് ആക്കാൻ ആ കാലഘട്ടം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഈ റിജക്ഷൻസും അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തിയതും അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക അങ്ങനെ അപമാനിച്ചിട്ടൊന്നുമില്ല ആരും. അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്നും അത്ര കാര്യമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു ധൈര്യം, അത് പറഞ്ഞ പോലെ ഫ്യൂവലായത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരാൾക്കാണ് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഒരു എന്താ പറയുക പവർ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവണം, സംഭവിക്കണം അങ്ങനത്തെ. തീർച്ചയായിട്ടും. കാരണം എനിക്ക് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, നമ്മൾ അജയേട്ടൻ സിനിമയിൽ വന്നു, പക്ഷെ അജയേട്ടൻ എവിടെ എത്തി പിന്നീട് ചെയ്തല്ലേ തമിഴിലും സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു, അപ്പൊ ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നു. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അസാധ്യമല്ല, എല്ലാത്തിനും ഒരു സാധ്യത കിടക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം തളരാതെ അതിനു വേണ്ടി നിൽക്കുന്നു എന്നുള്ളതില്ല. പക്ഷെ അപ്പൊ പോലും ഇപ്പൊ നേരത്തെ പറഞ്ഞു അച്ഛന്റെ മരണം, അപ്പോൾ വീട് എന്നതൊരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവും, മാറ്റി വെക്കാൻ പറ്റില്ല. അമ്മ ഒരു നാട്ടിൻപുറത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സമയത്ത് നമുക്ക് എത്തേണ്ടവിടെ എത്തുകയും വേണം, എന്നാൽ നമുക്ക് മുന്നോട്ട് പോവുകയും വേണം മറ്റു രീതിയിൽ. നമ്മുടെ ഒരു സർവൈവൽ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വരും. അപ്പൊ അങ്ങനത്തെ സമയത്ത് നമുക്ക് പല കൺഫ്യൂഷൻസ് വരാം. അതിനെയും നമ്മൾ ഓവർകം ചെയ്താലേ നമ്മൾ ഇന്നിരിക്കുന്ന പോലെ ഇരുന്ന് ഇനി 6 പടമുണ്ട് എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അതിനെ എങ്ങനെയാണ് തരണം ചെയ്ത് വന്നിട്ടുണ്ടാവും? സത്യം പറഞ്ഞാല് അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നപ്പം എന്താണെന്ന് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും, ഇനി എന്ത് ചെയ്യണം. പക്ഷെ ആ കൺഫ്യൂഷൻസൊക്കെ ഓരോ സമയത്തും എങ്ങനെയൊക്കെയോ മറികടക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നോളം എൻ്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസ്. അതായത് ഞാനിപ്പം പറയുന്ന നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു സമയത്തൊക്കെ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക, നെഗറ്റീവായിട്ട് പറയാതിരിക്കുക. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ ഇപ്പം അതിനെ കുറച്ച് മാറ്റി ചിന്തിക്കുന്നുണ്ട്. നെഗറ്റീവായി ചിന്തിക്കണം, നെഗറ്റീവായിട്ട് മറ്റുള്ളവരോട് പറയാതിരിക്കുക, മറ്റുള്ളവരിലേക്ക് നെഗറ്റിവിറ്റി കൊടുക്കാതിരിക്കുക. ഇപ്പം എൻ്റെ അനുഭവം കൊണ്ട് ഇപ്പം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചില സാഹചര്യങ്ങൾ വരും. കുറച്ച് ദിവസം അതിനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതിലിങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ അതിൽ നമ്മളിങ്ങനെ ഇരിക്കുക. ഒരു 4 ദിവസം കഴിഞ്ഞ് 5ാമത്തെ ദിവസം നമ്മൾ പൂർണ്ണമായിട്ടും ഇന്ന് പുറത്തേക്ക് വരും. ഭയങ്കര പോസിറ്റീവായിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടൊരു കാര്യം അല്ലെങ്കിൽ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു സംഭവം നമ്മുടെ ലൈഫിലേക്ക് കണക്റ്റായിട്ട് വരും, അനുഭവം കൊണ്ട് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അത് എൻജോയ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. അതാണ് ഇങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ആയിരിക്കും. കാരണം അത്രയധികം ഒരുപാട് ഇഷ്യൂസ് ഇപ്പം ഞാൻ ലൈഫിൽ സാങ്കേതികമായിട്ട് പറയണം, വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അത് ഒരുപാട് ഞാൻ എന്നോട് പലരും എതിർത്തിട്ടുള്ളൊരു വാക്കാണ്. എന്നാലും ഞാൻ പറയാം, 4 വർഷം കൊണ്ട് ലൈഫിൽ ഒറ്റയ്ക്കായ ഒരാളാണ് ഞാൻ. അമ്മ പോയതിന് ശേഷം പിന്നെ സിബ്ലിങ്സ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, സാങ്കേതികമായിട്ട് മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ്. കാരണം സുഹൃത്തുക്കളാണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റിലും എപ്പോഴും ഉണ്ട്. എന്നിട്ട് പോലും നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുന്നത് ഈ പറഞ്ഞ പോലെ ഏതൊരു സാഹചര്യം, ഈ ഒറ്റയ്ക്കാവുക എന്നതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ ഒരു മനുഷ്യന് ഒന്നും സംഭവിക്കാനില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാതും പരിപാടി കൂളാണ്. അതാണ് സത്യം. ഇപ്പോൾ ഇങ്ങനെ നമ്മുടെയൊക്കെ നാടിൻ്റെ അറിയാലോ, ഞാൻ മഞ്ചേരിയാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നും അങ്ങോട്ട് ശരിക്കും പല കാര്യങ്ങളും നേരം വെളുത്തിട്ടില്ല. ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് യാത്രയും ഇപ്പോൾ കുടുംബടന്ന് എറണാകുളം വരെ ഞങ്ങൾ വണ്ടിയിൽ പോകുന്നോണ്ടിരിക്കുമ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളായിരുന്നു. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ അഭിനയമുഖമായിട്ട് ഉള്ള നമ്മുടെ ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനോട് ഞാൻ സംസാരിച്ചപ്പോഴും അവൻ്റെ കുറേ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അവൻ വീട്ടിലാണ്, ഒരാഴ്ചയോളായിട്ട് വീട്ടിലാണ്.
അവൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അപ്പോഴൊക്കെ ഇത്ര ചേച്ചി പറഞ്ഞ ഈ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനത്തെ ഒരു പിന്നിലേക്ക് പിടിച്ച് വലിക്കലുണ്ടാവില്ലേ? ഉറപ്പായിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ ഇങ്ങനെ നീ എന്തൊക്കെയാണ് ഈ കാണിക്കണത് ഇതൊന്നും നിനക്ക് പറഞ്ഞതല്ല, ആ രീതിയിലൊക്കെ ഉള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട്? ഒരുപാടുണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഓടി എറണാകുളത്തേക്ക് വരുന്നത്. അല്ലല്ല, ഇപ്പം അങ്ങനത്തെ ടോക്സ് ഒരു പരിധി വരെ ഇല്ല. അതിൽ ഇനി എന്ത് പറയും അവര്? കാണുന്നല്ലോ, നമ്മൾ കാണിച്ചു കൊടുക്കണ്ടല്ലോ. ചിലപ്പോൾ നമ്മള് കുറെ കാലം ചിലപ്പോൾ പറഞ്ഞു മടുത്തായിരിക്കാം. നമ്മളിത് തെളിയിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞു മടുത്ത കുറേ ആൾക്കാരുണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാണ് അതിൻ്റെ ഉത്തരം. അതായത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ലൈഫിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക്, അതുകൊണ്ട് തന്നെ അത് ഭയങ്കര പ്രശ്നമായിട്ടോ, അതങ്ങനെ വേണ്ടായിരുന്നു, അത് അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതൊക്കെ വേണം, ഇനിയും പറഞ്ഞോട്ടെ. അതെ അതെ, അത് കാരണം ഇനി ഒരു പക്ഷേ ഇപ്പം നാളെ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്താൽ ഇപ്പോൾ അത് മോശമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിനിമ മോശമായി കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു വാക്ക്, ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിയാൽ മതി, പലതും ആൾക്കാർ ചിന്തിക്കുന്നത് വേറെ ആയിരിക്കും. പക്ഷെ അതൊക്കെ സംഭവിച്ചേക്കാം. കാരണം മനുഷ്യനല്ലേ. ഉറപ്പായിട്ട് ഞാൻ നല്ല രീതിയിൽ എനിക്കറിയാം നല്ലൊരു മണ്ടനാണ്. കാരണം അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഭയങ്കര നോളജോ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ആധികാരികമായിട്ട് പല കാര്യങ്ങൾ സംസാരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് തന്നെ മണ്ടത്തരങ്ങൾ ഒരുപാട് സംഭവിച്ചേക്കാം. അതുകൊണ്ട് അതൊക്കെ ഇനിയും ചിലപ്പം അങ്ങനത്തെ വിമർശനങ്ങളോ അല്ലെങ്കിൽ കുറ്റം പറച്ചിലുകളോ ദേഷ്യപ്പെടലുകളൊക്കെ ചിലപ്പോൾ നാളെ ഞാൻ അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം എന്ന ചിന്തയിൽ തന്നെ പോണ ആളാണ് ഞാൻ. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഓരോ എനർജിയൊക്കെ എടുത്ത് ഓരോന്നൊക്കെ ഇൻസ്പയർഡായി കുഴപ്പമില്ല, ഞാൻ മുന്നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചില ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ ആൾക്കാർ, എന്ത് നല്ലത് ചെയ്താലും ഒന്ന് മനസ്സ് തുറന്ന് അങ്ങോട്ട് മിടുക്കൻ എന്നുള്ള രീതിയിൽ പറയാതെ നിനക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നീ അത് ചെയ്തിട്ട് ശരിയായില്ല, ആ രീതിയിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ എന്താ വെച്ചാൽ നമ്മളിലെ കുറവുകൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കൂടുതലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കുറവുകളായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് കണ്ടാൽ പോരെ, പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത്രേ ഉള്ളതിനുള്ള ഉത്തരവും. പിന്നെ ഈ സിനിമയിൽ നിന്ന് ഇത്രയും കാലത്തിൽ ഈ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ആരിൽ നിന്നാണ്? സിനിമാ സുഹൃത്തുക്കളുടെ ഉദ്ദേശം. അത് കുറേ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ ഏറ്റവും അടുത്ത സിനിമാ സുഹൃത്തുക്കൾ, നമ്മുടെ കൂടെ പോയുള്ള ആൾക്കാർ, അതിൽ പണ്ട് തൊട്ടേ ഉള്ള ഫ്രണ്ട്സും ഉണ്ട്. അതുകൊണ്ട് ഇന്നൊരാൾ എന്ന് പറയാൻ പറ്റില്ല, കുറേ ആൾക്കാരുണ്ട്. അത് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ആക്ടിങ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരാളെടുത്ത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് വേണ്ട. അപ്പൊ അത്രയും ആൾക്കാരുടെ സപ്പോർട്ടിലാണ്. ഇപ്പൊ ഈ ക്യാരക്ടേഴ്സ് ചെയ്യണ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് എന്നാ വിജയകൃഷ്ണൻ എന്തെങ്കിലും ഒന്ന് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് കിട്ടുന്നതും നമുക്കൊരു ഐഡന്റിറ്റി ഉള്ള ഇന്നൊരു ക്യാരക്ടർ, നമുക്ക് ചിലപ്പോ ചില ക്യാരക്ടർ പോസ്റ്ററോ കാണാം ആസ് ഇന്ന ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു ഭാഗ്യം. ഇപ്പൊ പുറത്ത് ഒരുപാട് പേര് ഇപ്പോഴും അങ്ങനെ ഒന്നും എനിക്ക് കിട്ടിയെങ്കിൽ ചിരിക്കുമ്പോഴാണ് നമുക്ക് അത് കിട്ടുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ആരാന്ന് ചോദിക്കില്ലല്ലോ, ആൾക്കാർക്ക് കണ്ടാ ഇന്ന ആളാണ് എന്ന് പറയാനെങ്കിലും അറിയാം. അപ്പൊ ആ ഒരു ഇതിലേക്ക് ഒരു ട്രാവൽ വരുമ്പോൾ നമ്മൾ ക്യാരക്ടേഴ്സിനെ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ ഒരു ക്യാരക്ടറിൽ അത് നിൽക്കുന്നില്ല. ഇപ്പൊ ഒരു സിനിമ വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്തു എന്ന് പറയാം, പിന്നെ വീണ്ടും അത് ആവർത്തിക്കുന്നത് നമ്മുടെ ഉള്ളിൽ സ്റ്റഫ് ഉണ്ടായിട്ടാണ്. ആ ഒരു വിജയകൃഷ്ണൻ എങ്ങനെയാണ് കീപ്പ് ചെയ്യണത്? നമുക്കൊരു ക്യാരക്ടർ തരുമ്പോൾ നമ്മളത്, ഞാനതിൽ കുറെ എന്താ പറയാ, ഈ പല ആൾക്കാരും പറയുന്ന ഒരു സംഗതി ഉണ്ട്, എന്താ പറയുക, ഹോംവർക്ക് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളും ഞാൻ ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് ജസ്റ്റ് അവരെന്താണോ ഡയറക്ടർ റൈറ്റർ അവരെന്താണോ പറയണത് ആ സാധനം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അത് അവരിൽ നിന്ന് എടുക്കുക, അതിൻ്റെ പരമാവധി കൊടുക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞില്ല, എന്നിലെ ആക്ടർ ഒരുപാട് ഡെവലപ്പായിരുന്നു, ഭയങ്കര വലിയ ആക്ടറാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അത് ഒരു പക്ഷേ കുറേ ഇനിയും ഒരുപാട് ഡെവലപ്പ് ചെയ്യാണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ടാവും. ഒരു എക്സ്പ്രഷൻ ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ടാവും. പക്ഷേ അത് അവർ തരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അവർ തരുന്ന ആ സാധനം ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് എന്ന് പറഞ്ഞ് നമ്മളിലേക്ക് എത്തുമ്പോൾ അതിൽ ചിലപ്പം ആ ഒരു ക്യാരക്ടറിൽ എന്താ വ്യത്യാസം വരുത്താൻ പറ്റുക എന്ന് ആലോചിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ചുറ്റുമുള്ള കുറേ ആൾക്കാർ, ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള കുറേ ക്യാരക്ടറുകൾ അതിൽ നിന്ന് കിട്ടും. ചിലപ്പോൾ അതിൽ നിന്നൊക്കെ പിന്നെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പുസ്തകം വായന കുറച്ച് ആക്റ്റീവായിട്ടുണ്ട് കോവിഡിന് ശേഷം. അതിൽ നിന്ന് കുറേ കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നാളെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ കൂടുതൽ
ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എന്നുള്ള ഡെവലപ്മെന്റ്സിനൊന്നും ഇതുവരെയും അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ കാണുമ്പോഴാണെങ്കിലും അങ്ങനെ തോന്നുമോ എന്തെങ്കിലും ഇപ്പൊ ഓരോ ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ഞാൻ കാരണം ഇപ്പൊ ഇതായിട്ട് ഇരുത്തിക്കൊണ്ട് അങ്ങനെ പറയുന്നതല്ല. ഇപ്പൊ നമുക്ക് വിക്കയുടെ ഒരു ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ക്യാരക്ടറിന് എന്താണോ വേണ്ടത് അതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ രീതി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഫയറിനപ്പുറം നമ്മുടെ ഒരു എഫേർട്ടും അതിലുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. നമുക്ക് പിന്നീട് കാണുമ്പോഴാണെങ്കിൽ ഇപ്പൊ ഒരു ക്യാരക്ടർ കണ്ടു, ഇപ്പൊ വേദയിലൊരു ക്യാരക്ടർ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് നാളെ ഞാൻ ഇതേപോലെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ അതിൽ ഞാൻ വരാതെ ഇന്ന പോലെ ചെയ്യാം, ആ രീതിയിൽ ചിന്തിക്കാറുണ്ടോ? ഉറപ്പായിട്ടും അത് ചിന്തിക്കാറുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, അതിന്റെ പ്രധാനപ്പെട്ട നമുക്ക് അതിന് മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ അവർ തന്നെയാണ്. ഡയറക്ടറോ റൈറ്ററോ അവർ നമുക്ക് പറഞ്ഞു തരുന്ന സാധനം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ഞാൻ ചെയ്ത ഒരു പരിധിവരെ എല്ലാ പടങ്ങളിലും അത് കൃത്യമായിട്ട് അവർക്ക് അറിയാം. ആ ഡയറക്ടർക്ക്, ആ റൈറ്റർക്ക് വിജയകൃഷ്ണൻ ചെയ്യേണ്ട ക്യാരക്ടർ, ഇപ്പോൾ നെൽസൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അല്ലെങ്കിൽ വരിക്കപ്പാറ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അല്ലെങ്കിൽ മുരളി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇന്ന സാധന എന്ന് അവരെ മനസ്സിലുണ്ട്. അപ്പം അത് പ്ലേസ്മെന്റ് കറക്റ്റ് ആവുക എന്നുള്ളത് അതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, നമ്മളൊരുപാട് കുറേ നമ്മളതിനെ കഷ്ടപ്പെടുക എന്നതിനപ്പുറത്തേക്ക് അവർ പറയുന്ന സാധനം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ടാണ് പണിയെടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട്. ഇപ്പം സിനിമയിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാള് എന്ന് പറഞ്ഞാൽ അതിലൊരു പേര് വിനീതായിരിക്കോ? വിനീത് ശ്രീനിവാസൻ. വിനീതയുടെ കൂടെ ഇപ്പം 2 പടങ്ങൾ, അതായത് അഭിനയിക്കാനും പറ്റി, സംവിധാനം കേൾക്കാനും പറ്റി. അപ്പോൾ ആ ഒരു 2 ചേഞ്ച് എങ്ങനെയാണ്? ഒരു ഭയങ്കര വലിയ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തില്ല. ഡയറക്ഷൻ ചെയ്യുമ്പോൾ വിനീതേട്ടൻ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിജയൻ വരിക്കപ്പാറ എന്താണെന്ന് വിനീതേട്ടൻ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരുന്നു. അയാളെ രീതികൾ ഇതാണ്, അയാളെ ആറ്റിറ്റ്യൂഡ് ഇതാണ്, അയാൾ പെരുമാറുന്നത് ഇങ്ങനെയാണ്, നടത്തം ഇങ്ങനെയാണ്. അപ്പം ആ ഒരു സാധനം കൃത്യമായിട്ട് പുള്ളി പറഞ്ഞു തരും. അപ്പം അഭിനയിക്കുമ്പോൾ വിനീതേട്ടൻ നമ്മുടെ കൂടെ വന്ന് നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ പുള്ളി വേറെ കുറേ സജഷൻസ് പറഞ്ഞ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പുള്ളി ഭയങ്കര അതെ രസമായിട്ടായിരുന്നു. എന്നിട്ട് പുള്ളി അതിന് ശേഷം പുള്ളി അതിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം പറയുകയും ചെയ്തു. അത് നല്ല സാധനമായിരുന്നു, ചെറുതാണെന്ന് വിചാരിക്കേണ്ട എന്നുള്ള രീതിയിൽ നമുക്കത് പറഞ്ഞു തരുകയും ചെയ്തു. അപ്പം നമുക്ക് ഇങ്ങനെ അപ്പം അവിടെ നിന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ചീഫ് അസോസിയേറ്റ് അല്ലെങ്കിൽ ക്യാമറാമാൻ, ഡയറക്ടർ, റൈറ്റർ അങ്ങനെ ഉള്ള അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാന്നതിനപ്പുറത്തേക്ക് വിനീതേട്ടൻ ഡയറക്ടറുമാണ്, വിനീതേട്ടൻ നടനുമാണ്. എനിക്കെങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. അല്ല, അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. 2 തലത്തിൽ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാനൊരു സ്പേസ്. അത് ഭയങ്കര ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു. അത് വളരെ പെട്ടെന്നുണ്ടായതാണ്. ജയേഷിൻ്റെ ഒരു ജാതകം എന്ന് പറഞ്ഞ പടത്തിലേക്ക് പെട്ടെന്ന് മോഹനേട്ടനും രാകേഷനും കൂടി വിളിക്കുമ്പം വിനീതിൻ്റെ കൂടെയുള്ള സീനാണ് അന്ന് തന്നെ പറഞ്ഞിരുന്നു. അത് ഭയങ്കര സന്തോഷമുണ്ടായ ഒരു കാര്യമാണ്. അതല്ലാതെ ബാക്കി ഫിലിം കൂടെ വർക്ക് ചെയ്തവരിൽ നിന്നോ അങ്ങനെ കൂടുതൽ നമുക്ക് എന്തെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളത് ആരിൽ നിന്നാണ്? ധ്യാൻ്റെ കൂടെ ഇപ്പോൾ ഒരു പടം ചെയ്തിട്ടുണ്ട്, ജോയ്ഫുൾ എൻജോയ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരുപാട് പേഴ്സണലി സപ്പോർട്ട് ചെയ്തിട്ടുള്ള അമർപ്രേം എന്ന് പറഞ്ഞ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്, അഖിൽ കാവുങ്ങൽ ഡയറക്ടർ. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ആ സീൻ എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക് തോന്നി. പുള്ളി ഡയലോഗ് പറഞ്ഞ സാധനം, പുള്ളിയുടെ ചില സജഷൻസ്, എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ പുള്ളി ഭയങ്കര രസമായിട്ട് കൂളായിട്ട് നിൽക്കുന്ന ഒരു മൂടാണല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാനും മാക്സിമം നമ്മൾ എല്ലാ സ്ഥലത്തും അങ്ങനെ നിൽക്കാനാണ് ആഗ്രഹിക്കാറ്. ഇപ്പോൾ അതേപോലെ പത്മകുമാർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പം അങ്ങനെ പപ്പേട്ടനെ പോലത്തെ 3 സീനിയറായിട്ടുള്ള പുള്ളി ഒരു ഷോട്ട് എടുത്തപ്പം പുള്ളി അവിടെ നിന്ന് നടന്നു വന്ന് എൻ്റെ അടുത്ത് ഞാൻ കുറേ ദൂരം നടന്നൊരു സീന്, അത് എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ട ഒരു മാറ്റം ഉണ്ടായിരുന്നു. പുള്ളി അവിടെ നിന്ന് വന്ന് സിമ്പിളായിട്ട് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു, അത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അത് പുള്ളി അത്രയും സീനിയറായിട്ടുള്ള ഒരാൾ നമ്മുടെ അടുത്ത് അത്രയും സിമ്പിളായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു ഇതെന്ത് പുതിയ ഇയാൾ ഇങ്ങനെയൊക്കെ പറയണേ എൻ്റെ അടുത്ത് അത്രയും അങ്ങനെ ആയിട്ട് പുള്ളി പറഞ്ഞത്. പപ്പേട്ടൻ ലാലേട്ടനെ പോലെ മമ്മൂക്കാനെ പോലത്തെ വലിയ നടന്മാരെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള, അവർക്ക് ആക്ഷൻ പറഞ്ഞിട്ടുള്ള ഡയറക്ടർ നമ്മളോട് അങ്ങനെ ചെയ്തുകൂടെ ചോദിച്ചപ്പം അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്, എനിക്ക് വലിയ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മളെപ്പോലത്തെ ഒരു തുടക്കക്കാരന് ഇതൊക്കെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. വേറെ ആരെങ്കിലും ആക്ടേഴ്സോ അങ്ങനെ ആരെങ്കിലും നല്ല വാക്ക് പറഞ്ഞത് അങ്ങനത്തെ ഓർത്ത് വെക്കുന്ന? ഒരുപാട് ആൾക്കാർ പറഞ്ഞ ഒരുപാട് പല ആക്ടേഴ്സും. അതിമധുരമുള്ളത് എന്തെങ്കിലും ഉണ്ടോ അതിൽ? പെട്ടെന്ന് ഓർമ്മയ്ക്കൊരു സാധനം വരുന്നില്ല. ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പൊതുവേ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. സിദ്ദിഖ് സാറിനെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്ന എന്താ വെച്ചാൽ
സാറ് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ജഡ്ജായിരുന്നു. സാറിൻ്റെ പടത്തിൽ ചെയ്യണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. അത് നടക്കാതെ പോയൊരു കാര്യമാണ്. അപ്പോൾ ഈ വേദയുടെ പ്രമോഷൻ നടക്കുന്ന സമയത്ത് സിദ്ദിഖ് സാറിൻ്റെ അൻഷാദ് എന്നുള്ള സുഹൃത്തുണ്ട്. അപ്പോൾ അൻഷാദ് ഞാൻ സിദ്ദിഖ് സാറിനെ കുറേ ആയിട്ട് കാണാൻ വിചാരിക്കണം, പക്ഷേ കൈയ്യടുത്തൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. അപ്പം സിദ്ദിഖ് സാറിനെ എനിക്ക് സാറിനോട് സംസാരിക്കണമെന്ന് ചോദിച്ചു. വിളിച്ചു, ഫോണിൽ വിളിച്ച് സാറ് എന്നോട് സംസാരിച്ച് ഇങ്ങനെയായിരുന്നു, വിജയ് നീ എന്നെ കാണാൻ വരുന്നു വേണ്ട, എനിക്കറിയാലോ നിൻ്റെ കാര്യങ്ങളൊക്കെ, നിൻ്റെ പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ലല്ലോ, നമുക്ക് അടുത്തൊരു പരിപാടിയിൽ ഒരു സാധനം പിടിക്കാം. അങ്ങനെ അന്ന് സാറ് പറഞ്ഞതാണ്. അതിപ്പം ചേച്ചി ചോദിച്ചപ്പോൾ കറക്റ്റ് അതെനിക്ക് ഓർമ്മയിലുള്ളൊരു കാര്യമായിട്ട്. സാറിൻ്റെ മരണസമയത്തൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മരണസ്ഥലങ്ങളിൽ പലപ്പോഴും പോവാത്ത ഒരാളാണ് ഞാൻ. അത് അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ യാത്രയ്ക്ക് ശേഷം പലപ്പോഴും അത്തരം പോസ്റ്റുകൾ ഇടാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പം സാറിനെ ഞാൻ ഓർക്കുന്നു ആ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട്. അതിവിടെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സിദ്ദിഖിക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ അടുപ്പവും ഒരു പരിചയം കിട്ടിയ അടുപ്പം വന്നവർക്ക് ആർക്കും പിന്നെ അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല. ഞാനും അദ്ദേഹത്തെ ഈ ഒരു സമയത്ത് ഓർക്കുന്നു. ഇപ്പോൾ എന്താ പറയുക, ഇപ്പം ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ്, ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഒരു സ്വപ്നത്തിലേക്ക് യാത്ര ചെയ്യുന്നതും ആ സ്വപ്നത്തിലേക്ക് എത്തുന്നതും അതിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് എന്നായല്ലോ. ഇപ്പം ആ സ്വപ്നം വളർത്തിയിട്ടുണ്ടോ, വലുതാവുന്നുണ്ടോ? ഉറപ്പായിട്ടും വലുതാവുന്നുണ്ട്. അതിപ്പം ഞാൻ പറഞ്ഞില്ലേ, അത്യാഗ്രഹം, ഭയങ്കര അത്യാഗ്രഹമുണ്ട്. അത് സാക്ഷാൽ മമ്മൂക്ക പറഞ്ഞാണ്, അഭിനയിക്കാനുള്ള അത്യാഗ്രഹം, അത് കുറേ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അത്യാഗ്രഹം, അവിടെ കുറേ കാശുണ്ടാക്കുക അല്ലെങ്കിൽ കുറേ വേറെ സ്റ്റാർ ലെവലിൽ ജീവിക്കുക എന്നൊന്നുമല്ല. അതൊക്കെ അതിൻ്റെ പുറകെ വരികയാണെങ്കിൽ വരട്ടെ. കാരണം അതിനപ്പുറത്തേക്ക് നമ്മളൊരു നല്ല നടനായിട്ട് അയാളൊരു അതെ, ആ ഒരു അത്യാഗ്രഹം ഭയങ്കരമായിട്ട് മനസ്സിലുണ്ട്. കുറേ ക്യാരക്ടേഴ്സ് ചെയ്യുക, ഒരുപാട് സിനിമകൾ ചെയ്യുക, കൃത്യമായിട്ട് ഐഡൻറ്റിറ്റി ഉള്ള ക്യാരക്ടറുകൾ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു സിനിമ കാണുന്ന ആളിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ആക്ടറിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ ചെയ്യുക. അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ട്. അങ്ങനത്തെ ആഗ്രഹങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് സംഭവിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ഡയറക്ടേഴ്സും റൈറ്റേഴ്സും കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പം എന്തായാലും ആ അത്യാഗ്രഹത്തിനോടൊപ്പം നമ്മുടെ പ്രപഞ്ച ശക്തികളും കൂടെ നിൽക്കട്ടെ. വലിയ വലിയ സ്വപ്നങ്ങളും വലിയ വലിയ സാക്ഷാത്കാരങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ VK എന്താ പറയുക, വലിയ VK ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെയാണ് നമുക്കും ആഗ്രഹം. വലുതാവുക എന്നതിനപ്പുറത്തേക്ക് ഈ ചെറുതായിട്ട് നിൽക്കാൻ തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. മനസ്സിലായി എല്ലാം കൊണ്ട്. കാരണം നമ്മളെ ചെറിയൊരു മനുഷ്യനായിട്ടും അല്ലെങ്കിൽ ചെറിയൊരാളായിട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എന്താ പറയുക സ്നേഹം, അത് ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര എനർജി കിട്ടുന്ന ഒരു കാര്യം. എനിക്ക് പേഴ്സണലി ഭയങ്കര എനർജിയും എന്താ പറയുക, ഞാൻ ഫ്രണ്ട്സിനോടൊത്ത് പരിചയപ്പെടുന്ന ചില ആൾക്കാരോട് പരിചയപ്പെടുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നും കുട്ടിയായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. അങ്ങനെ തന്നെ നിന്നുകൊണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, മനസ്സിലായി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടയാളപ്പെടുക ഒരു നടൻ എന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ പരിമിതികളില്ലാതെ സ്വപ്നം കാണൂ, നേടിയെടുക്കൂ, കൂടെ ഇരുന്ന് കൈയടിക്കാൻ എന്താ പറയുക ഞങ്ങളെല്ലാവരും ഉണ്ടാവും. ഒരുപാട് സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, നമ്മളും കൂടി ഇങ്ങനെ പോസിറ്റീവ് ആവും എന്ന് പറയില്ലേ, അങ്ങനത്തെ കുറച്ച് സമയമാണ് ഇപ്പോൾ കടന്നുപോയത്. ഇവിടെ വന്നതിൽ ഈ ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ, നമുക്ക് കാണാൻ വീണ്ടും അടുത്ത ആഴ്ച.